ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അടുത്തത് എത്തനോൾ ഗഡ്കരി. സമൂഹ മാധ്യമങ്ങളിൽ 2 ദിവസമായി നടക്കുന്ന ഒരു ചർച്ചാ വിഷയമാണിത്. എന്താണ് ഈ എത്തനോൾ ഗഡ്കരി? അതിന് മറുപടി നൽകുന്നത് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്ന ഈ E20 ജനതാ പാർട്ടി അഥവാ EJP ആണ്. ഒരേ ഒരു ആവശ്യം, ഒരേ ഒരു ദൗത്യം: എത്തനോൾ കലർത്താത്ത 100% ശുദ്ധമായ പെട്രോൾ എന്നത് ഓരോ പൗരന്റെയും അവകാശം. നിർബന്ധിത എത്തനോൾ കലർത്തൽ ഇല്ലാതെ 100% യഥാർത്ഥ ഇന്ധനമാണ് നമുക്ക് വേണ്ടത്. ഇതാണ് EJP മുന്നോട്ട് വയ്ക്കുന്നത്. 100% ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള ഓരോ പൗരന്റെയും അവകാശത്തിനായാണ് E20 ജനതാ പാർട്ടി പോരാടുന്നത്. സ്വന്തം വാഹനത്തിന്റെ ഇന്ധന ടാങ്കുകളിലേക്ക് എന്താണ് പോകേണ്ടതെന്ന് ഉപഭോക്താക്കൾ തീരുമാനിക്കട്ടെ. ഇതാണ് എക്സിലെ ബയോയായി EJP കുറിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് എക്സിൽ 20,000-ലേറെ പേരും ഇൻസ്റ്റാഗ്രാമിൽ 27,000-ലേറെ പേരുമാണ് EJPയെ ഫോളോ ചെയ്തത്. ഈ നിമിഷമാകുമ്പോൾ EJPയെ ഫോളോ ചെയ്തവരുടെ എണ്ണം അതിന്റെ ഇരട്ടിയിലധികമായിരിക്കും. മെയ് 16-ന് കോക്രോച്ച് ജനതാ പാർട്ടി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരംഭിച്ചപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ 16,000-ലധികം ഫോളോവേഴ്സിനെയാണ് ലഭിച്ചത്. മെയ് 21 ആയപ്പോഴേക്കും 14 മില്യൺ ഫോളോവേഴ്സ് CJPക്ക് ചേർത്തു. അതായത് ഓരോ മിനിറ്റിലും ആയിരക്കണക്കിന് പേരാണ് പാറ്റ ഗ്രൂപ്പിനെ പിന്തുടരുന്നത്. ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPയെയും കോക്രോച്ച് ജനതാ പാർട്ടി മറികടന്നിരുന്നു. പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു. 20% എത്തനോൾ ചേർത്ത പെട്രോൾ അഥവാ E20 പെട്രോൾ കാരണം വാഹനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും E20 പെട്രോളിനെതിരായ പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള വാർത്തകളുമാണ് ആദ്യഘട്ടത്തിൽ EJP പോസ്റ്റ് ചെയ്തത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അടുത്തത് എത്തനോൾ ഗഡ്കരി തുടങ്ങിയ പോസ്റ്റുകൾ തൊട്ടു പിന്നാലെ പ്രത്യക്ഷപ്പെട്ടു. എത്തനോൾ കലർത്തിയ പെട്രോൾ രാജ്യത്ത് അനിവാര്യമാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് EJP ലക്ഷ്യമിടുന്നത്. ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റമല്ലെന്നും ഉപഭോക്തൃ അവകാശങ്ങൾക്കായുള്ള മുന്നേറ്റമാണെന്നും EJP വിശദീകരിക്കുന്നുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാ ബയോയിലും അവർ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് ഇന്ത്യൻ യുവത്വത്തിന്റെ നിശബ്ദമായ ഒരു ഡിജിറ്റൽ കലാപമാണ് എന്നായിരുന്നു അവർ അവകാശപ്പെടുന്നത്. രാജ്യത്ത് ഉപയോഗിക്കുന്ന E20 പെട്രോൾ പൂർണ്ണമായും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഇന്ധനമാണെന്ന നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോൾ പുതിയ സമൂഹ മാധ്യമ കൂട്ടായ്മയ്ക്ക് എന്ത് ചലനമുണ്ടാക്കാൻ കഴിയുമെന്ന് ആണ് ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യപടി എന്ന നിലയിൽ ആഗസ്റ്റ് 4-ന് ടാക്സി, ടൂറിസ്റ്റ്, വാണിജ്യ വാഹന ഉടമകളോട് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ എക്സ് അക്കൗണ്ട് വഴി E20 ജനതാ പാർട്ടി ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. E20 ജനതാ പാർട്ടിയുടെ ആഹ്വാനം അതീവ ഗൗരവത്തോടെയാണ് ഡൽഹി പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരാണ് തുടങ്ങിയത്, ഇതിന്റെ പിന്നിൽ ആരാണ് എന്നടക്കമുള്ള ഒരു ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് ഡൽഹി പോലീസ് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ടീമും കടക്കുകയാണ്.